സോ 2025 ക്ലാസ് 9th ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച നിരഞ്ജനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നിരഞ്ജൻ മുരളി 2025 ബ്രില്യന്റ് സയൻസ് ഒളിമ്പ്യാഡ് ക്ലാസ് 9 വിഭാഗത്തിൽ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി നിരഞ്ജൻ മുരളി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഡോക്ടർ ദമ്പതികളായ മുരളി എയുടെയും വിനിത വി നായരുടെയും മകനായ നിരഞ്ജൻ ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ്. ഇന്ത്യൻ അബാക്കസ്, IOQM, മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ തുടങ്ങി നിരവധി പരീക്ഷകളിൽ മുൻപും നിരഞ്ജൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ മിടുക്കനെ 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡും മെഡലും മെമന്റോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. അപ്പോൾ നിരഞ്ജന്റെ ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹായ് നിരഞ്ജൻ. ഹലോ. എന്താണ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ എക്സാം ക്വാളിഫൈ ചെയ്ത് ഫസ്റ്റ് റാങ്കിലാണ് നമ്മൾ 1 lakh rupees ആണ് ക്യാഷ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? ആ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നോ ഇന്ന്? ഒരു നല്ല ഒരു ഫീലിംഗ് ആയിരുന്നു ഇന്നത്തെ ഈ ഒരു ഫുൾ പ്രോഗ്രാം എനിക്ക് തന്നത്. ഭാവിയിലേക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്നൊരു ഫീലിംഗ് ഇന്ന് എനിക്കൊരു ഉണ്ടായി തുടങ്ങി. ഭാവിയിൽ ഇനിയും എന്തൊക്കെ ഒരു ആവണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇപ്പോൾ എനിക്കുണ്ടായി തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് മോനെ ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നത്? ക്ലാസ്സിൽ ഓൾറെഡി നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ടാവും, അതിൻ്റെ ഒപ്പം എങ്ങനെയാണ് ഈ എക്സാമിനും പ്രിപ്പയർ ചെയ്തിരുന്നത്? അപ്പോൾ സ്കൂളിലെ എക്സാംസ് ഒക്കെ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം ഫൗണ്ടേഷൻ ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇല്ലാത്ത ചാപ്റ്റേഴ്സാണ് എക്സ്ട്രാ റെഫറൻസ് ബുക്സിലൂടെ ഞാൻ ഗൂഗിളിൽ നോക്കിയതും ബുക്സിലൂടെ നോക്കി പഠിച്ചത്. അത് ഫുൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല കോൺഫിഡൻസ് ആയി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫൗണ്ടേഷൻ ക്ലാസ്സിന് പഠിക്കുന്നുണ്ട് 9th അല്ലേ? ഓക്കെ, അപ്പോൾ അത് നന്നായി ബൂസ്റ്റപ്പ് ചെയ്തു ഈ ഒരു പ്രിപ്പറേഷൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ഒരു മെറ്റീരിയൽസ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തിരുന്നത് അല്ലേ? വേറെ എക്സ്ട്രാ ഞാൻ 2-3 ബുക്സ് ഉപയോഗിച്ചു. ഗൂഗിളും നോക്കി എക്സ്ട്രാ ചാപ്റ്റേഴ്സ് പഠിക്കാൻ മെയിൻലി ഫൗണ്ടേഷന്റെ ബുക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇനിയും നമുക്കറിയാം ഫ്യൂച്ചറിൽ കുറേ ഡ്രീംസ് ഉണ്ട്. അതിൽ ഒരു എന്താണ് മോൻ്റെ ഗോൾ? എന്താണ് ഫ്യൂച്ചറിൽ എന്താവണം? ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോലെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ് എനിക്ക് താല്പര്യം. അതിനു മുമ്പ് നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. അച്ഛൻ ഇവിടെ എല്ലാവർക്കും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാറാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് സാറിൻ്റെ പ്രൊഫഷൻ സാർ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ്. ഞാൻ ഡോക്ടർ മുരളി അപ്പുക്കുട്ടൻ. ഞാൻ സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഹെപ്പറ്റോപാങ്ക്രാറ്റിക്കോ ബിലിയറി ട്രാൻസ്പ്ലാന്റ് സർജനോടാണ്. ഞാനിപ്പം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ സെൻറ് തോമസ് ചെത്തിപ്പുഴ ഇവിടെ വർക്ക് ചെയ്യുന്നു. ബേസിക്കലി ഗ്യാസ്ട്രോ സർജനാണ്. വൈഫ് എത്താൻ പറ്റിയില്ല, ഒരു അൺഅവോയ്ഡബിൾ ഒരു ഫംഗ്ഷൻ കാരണം. വൈഫിൻ്റെ പേര് ഡോക്ടർ വിനിത വി നായർ, കാർഡിയക് സർജനാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ചെയ്തത്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് സെക്രട്ടറി വർക്ക് ചെയ്യുന്നു. ഓക്കെ സാർ, അപ്പോൾ മോൻ ഇത്രയും നല്ലൊരു ഉയർച്ചയിലുള്ള ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? ഇവിടുത്തെ ഈ ക്ലാസ്സസും ഫൗണ്ടേഷൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ നോർമൽ ക്ലാസ്സസും ഉണ്ട്, എങ്ങനെയാണ് ആൾ പ്രിപ്പയർ ചെയ്തിരുന്നത്? കൂടുതലും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയലാണ് കൂടുതലും ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നതിൻ്റെയും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രില്യൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോഗോ പോലാണ്. കാരണം ഞാനും ഒരു ബ്രില്യൻറ്റ് പ്രൊഡക്റ്റാണ്. ബ്രില്യൻറ്റ് തുടങ്ങിയ സമയത്ത് മെഡിസിൻ കയറിയ വ്യക്തികളിലൊന്നാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങളൊന്നും മെട്രോ സിറ്റീസോ ഒന്നും പോകാതെ ഞങ്ങളുടെ ഗ്രാമീണ സ്ഥലത്തും ഞങ്ങൾക്ക് നാഷണലോ ഇൻ്റർനാഷണൽ ലെവലിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ എത്തിക്കാൻ പറ്റുന്ന ഒരു ശൃംഖലയുള്ള ഒരു സംഭവമാണ് ബ്രില്യൻ്റ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്തത്. അത് 10 കൊല്ലം കൊണ്ട് മുമ്പ് ഞങ്ങളെടുത്ത ഡിസിഷൻ പലരും തെറ്റാണെന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നിപ്പം മോൻ്റെ ഈ വിജയം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഡിസിഷൻ പല പേരൻസും എടുത്തതുപോലെ നല്ല ഡിസിഷൻ തന്നെയാണ്. അതുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നു, ഞങ്ങളുടെ പേരൻസിനെ നോക്കാൻ പറ്റുന്നു, ഞങ്ങൾ വളർന്ന അതേ സ്ഥിതിയിലൂടെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് വളർത്താൻ പറ്റും. സാർ ഇവിടുത്തെ ഒരു ഫോർമർ സ്റ്റുഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സാർ പഠിച്ചിരുന്ന എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ബ്രില്യൻറ്റിന് വന്നിരിക്കുന്നത്? അന്ന് സത്യം പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ എക്സാംസ് ഉണ്ട്, പലതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ബ്രില്യൻറ്റിൽ തരുന്ന നോട്ടുകളും ഇവിടെ എഴുതുന്ന എക്സാമിൽ നമുക്ക് വരുന്ന റാങ്കും മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളായിരുന്നു. അപ്പോൾ പലപ്പോഴും പറയുമായിരുന്നു ഫിസിക്സിന് ഇത്ര ആൻസർ ചെയ്യാവുള്ളൂ, കെമിസ്ട്രി ഇത്ര പറ്റുള്ളൂ, ബയോളജി ഇത്ര. ഞങ്ങൾക്ക് ബ്രില്യൻറ്റ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊരു കട്ട് ഓഫ് പോയിന്റ് അറിയാമായിരുന്നു. ഒരുപക്ഷെ അത് ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് മെറ്റീരിയൽ എല്ലാം ഉണ്ട്. ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ പഠിച്ചാൽ തന്നെ തീരാൻ പറ്റാത്ത രീതിയിലുള്ള മെറ്റീരിയലുണ്ട്. പലപ്പോഴും അതിൽ നിന്ന് തന്നെ ആൾക്കാർ മെഡിസിനൊക്കെ ആണെങ്കിൽ 720 മേടിക്കുന്ന മിടുക്കരാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പം പിയർ ഗ്രൂപ്പ്സ് നല്ലതാണ്. പഠിക്കുന്ന ഒരു കോമ്പറ്റീഷൻ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് കുട്ടികൾക്ക് കറക്റ്റായിട്ട് അറിയാം ഇവിടുത്തെ ഓരോ എക്സാമുകളിൽ നിന്ന്. അതുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാമിന്.
ശരിക്കും നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയ ക്ലാസ് തൊട്ടേ ഈ ഒരു കോമ്പറ്റീഷൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എക്സാമൊക്കെ ഇങ്ങനെ ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ എത്രത്തോളം അവരുടെ കോൺഫിഡൻസിനെ അത് ബൂസ്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്? ഡെഫിനറ്റ്ലി അവരുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. അതായത് നമുക്ക് പലപ്പോഴും എക്സാമുകളിൽ അറിയാൻ മേലാത്തതുകൊണ്ടല്ല, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഉത്തരം മാറ്റിക്കുത്തുന്നതാണ്. നമുക്ക് നല്ല റിവിഷനും ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കിതാണ് ഉത്തരം എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് പിള്ളേർ എത്തുന്നുണ്ട്. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ സമയത്ത് പലപ്പോഴും ക്വസ്റ്റ്യൻ മാറിപ്പോവുക, ഒത്തിരി കൊച്ചു പ്രശ്നങ്ങൾ കൊണ്ട് റാങ്ക് പോകുന്ന ഒത്തിരി കുട്ടികളെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് എന്താണ് പഠിക്കേണ്ടതെന്നറിയാം, എങ്ങനെ പഠിക്കണമെന്നറിയാം, അവരെവിടെ നിൽക്കുന്നു എന്നറിയാം. അത് ഡെഫിനറ്റ്ലി ബ്രില്യൻ്റ് പോലുള്ള അക്കാഡമികളുടെ പ്ലസ് പോയിന്റ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചധികം മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ക്ലാസ്സസ് മാത്രം പോരാ, നമ്മൾ ഈ ഒബ്ജക്റ്റീവ് എക്സാംസ് ആകുമ്പോൾ അത് കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ അതൊക്കെ മോൻ ചെയ്ത് നോക്കിയിരുന്നോ? ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ ഈ ഫൗണ്ടേഷൻ ഇല്ലാത്ത ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഗൂഗിളിലൊരു ബാക്കിയുള്ള പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ മോനെ സിബ്ലിങ്സ് ആരാ ഉള്ളത്? എനിക്ക് ചേച്ചിയുണ്ട്, ഇപ്പൊ 12th പഠിക്കുന്ന, നീറ്റ് ബാച്ചിലർ. ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ? ബ്രില്യൻ്റിലുണ്ട് ഇപ്പൊ. അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോ ഒരു ഡോക്ടറും കൂടിയാണ് വരാൻ പോകുന്നത് അല്ലേ? എനിക്ക് എഞ്ചിനീയർ ഫീൽഡൊക്കെ ചേച്ചി മോനും കൂടിയിട്ട് ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും അല്ലേ? അപ്പോൾ എന്തായാലും ഇനിയുള്ള എക്സാംസ് ഒക്കെ നമുക്കറിയാം ഈ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ ക്വാളിഫൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് നമ്മുടെ ഒപ്പമുള്ള സ്റ്റുഡൻസ് നല്ല കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങിച്ച് 720 വാങ്ങിക്കുന്ന പോലെ തന്നെ ജെയ്ക്കും ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.